സച്ചിനും കോഹ്ലിക്കും രോഹിത്തിനും ധോണിക്കുമൊക്കെ വേണ്ടി ആർത്ത് വിളിച്ച അതേ ആവേശത്തോടെ വാങ്കഡ ഗാലറി സഞ്ജു എന്ന ആവേശത്തോടെ ആർത്ത് വിളിക്കുമ്പോൾ അയാൾ സ്ട്രൈക്ക് എടുക്കുകയാണ്. നേരിട്ട് കളിച്ച 5 കളികളിൽ 3 തവണയും അയാളെ പുറത്താക്കിയ ജോഫ്രെ ആർച്ചറാണ് മുന്നിൽ. രണ്ടാമത്തെ പന്തിൽ തന്നെ ഔട്ട്സൈഡ് ഓഫ് ബീറ്റഡാകുമ്പോൾ അയാൾ സ്വയം തിരിച്ചറിയുന്നുണ്ട്, ആർച്ചറെ അടിച്ചിടാതെ തനിക്ക് ഈ യുദ്ധം ജയിക്കാനാകില്ല എന്ന്. എന്നാൽ അടുത്ത പന്ത് അയാളുടെ ബാറ്റിൻ്റെ പ്രഹരമേറ്റ് മിഡ് ഓണിലൂടെ ബൗണ്ടറി പറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ ഷോർട്ട് ബോൾ ട്രാപ്പിനെ നിർത്തിയ ഡീപ്പ് സ്കോർ ലെഗ് ഫീൽഡറെ കാഴ്ചക്കാരനാക്കി നിർത്തി ഫൈൻ ലെഗിന് മുകളിലൂടെ ആർച്ചറുടെ ഷോർട്ട് ബോൾ അയാൾ അനായാസം പുൾ ചെയ്യുകയാണ് വാങ്കഡയുടെ ഉയരങ്ങളിലേക്ക്. ശേഷം ജോഫ്രെ ആർച്ചറിനാൽ തന്നെ സഞ്ജു തീരുമെന്ന് ഉറപ്പിച്ച നിമിഷം. എന്നാൽ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് നൽകിയ ജീവനും ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനുമേൽ അവിടുന്ന് അങ്ങോട്ടയാൾ മേഘാർച്ചനങ്ങളായി പെയ്തിറങ്ങിക്കൊണ്ടേയിരുന്നു. ജോഫ്രെ ആർച്ചർക്ക് ഇതൊരു കാളരാത്രി തന്നെയായിരുന്നു. ജോഫ്രെയുടെ 148 കിലോമീറ്റർ വേഗത്തിൽ വന്ന ഷോർട്ട് ബോളിനെ അയാൾ 88 മീറ്റർ ദൂരത്തേക്ക് വാങ്കഡയുടെ മുൻ വിക്കറ്റിന് മുകളിലൂടെ വീണ്ടും പുൾ ചെയ്യുകയാണ്. ഷോർട്ട് ബോൾ കളിക്കാൻ അറിയില്ല എന്ന വിമർശനങ്ങളെ അയാൾ പുൾ ഷോട്ടുകളുടെ പ്രദർശനം നടത്തിക്കൊണ്ട് നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സാക്ഷിയായി പുൾ ഷോട്ടുകളുടെ തമ്പുരാൻ തന്നെ ഗാലറിയിൽ ഉണ്ടായിരുന്നു എന്നതും നിമിത്തകരം തന്നെയാണ്. ഇംഗ്ലീഷ് നിരയിലെ ഏറ്റവും കൗശലക്കാരനായ ബൗളർ സാം കറനെ അയാൾ നേരിട്ട രീതി ആ ടെക്നിക്കൽ എബിലിറ്റിയുടെ പിക്കായിരുന്നു. മിഡ് ഓണിൻ്റെ കയ്യിലേക്ക് ഒരു മിസ് ഹിറ്റിനായി ലക്ഷ്യം വെച്ചെറിഞ്ഞ സ്ലോ ബോൾ സാം കറണിൻ്റെ കൈക്കുള്ളിൽ വെച്ച് തന്നെ അയാൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അയാളൊരു റാഷ് ഷോട്ട് കളിക്കുമെന്ന കരണിൻ്റെ മുൻവിധികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ഡെലിവറി തൻ്റെ ആർക്കിലേക്ക് എത്തുവാനായി അയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കൃത്യമായ ഷോട്ട് എക്സിക്യൂഷൻ. 30 യാർഡ് സർക്കിളിനുള്ളിൽ നിൽക്കുന്ന മിഡ് ഓൺ ഫീൽഡറുടെ തലയ്ക്ക് മുകളിലൂടെ പന്ത് ബൗണ്ടറി താണ്ടുന്നു. ഓഫ് സ്റ്റമ്പിന് പുറത്തെത്തിയ കരണിൻ്റെ അടുത്ത പന്തിനായി ഞൊടിയുടെ കൊണ്ട് സ്വയം റീസെറ്റ് ചെയ്ത അയാൾ തൊട്ടടുത്ത നിമിഷം സ്കോർ കട്ട് കളിക്കുകയായിരുന്നു. ബാക്ക്വേർഡ് പോയിന്റിലെ വിടവിലൂടെ ഒരു അരുവി ഒഴുകുന്ന പോലെ കുക്കുംബറ ബൗണ്ടറിയിലേക്ക് ഒഴുകിപ്പോകുമ്പോൾ മാസും ഗ്ലാസും ഒരാളിൽ സന്നിവേശിച്ചാലുണ്ടാകുന്ന അത്ഭുതം നമ്മൾ കൺകുളിർക്കെ കാണുകയായിരുന്നു. ആദ്യ ഓവർ എറിയാനെത്തിയ ആദിൽ റാഷിദിനെ അയാൾ സ്വാഗതം ചെയ്തത് തൻ്റെ ബാക്ക് ഫുട്ട് ഗെയിം അവധിക്ക് വെച്ച് ഫ്രണ്ട് ഫുട്ടിൽ എക്സ്ട്രാ കവറിലൂടെ നേടിയ ബൗണ്ടറിയിലൂടെയായിരുന്നു. രണ്ടാം സ്പെല്ലെറിയാൻ വന്ന ജോഫ്രയെ വീണ്ടും അയാൾ തിരഞ്ഞു പിടിച്ചടിക്കുന്നുണ്ട്. ഒരു അപ്പർ കട്ടിൽ ജോഫ്ര പോയിന്റിന് മുകളിലൂടെ ബൗണ്ടറിയിലേക്ക് പറക്കുമ്പോൾ ഷാർജയിൽ പണ്ട് ഹെൻറി ഒലാങ്കിയെ പ്രതികാര ബുദ്ധിയോടെ കടന്നാക്രമിച്ച അപ്രസക്തനാക്കിയ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ നിഴലുകൾ പോലും അയാളിൽ പ്രകടമായിരുന്നു. തൻ്റെ വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ ടീമിന് അയാൾ പ്രാധാന്യം നൽകുമ്പോൾ അർഹിച്ചൊരു സെഞ്ചുറിയുടെ പടിവാതിക്കൽ ടീം സ്കോർ വീണ്ടും ഉയർത്തുവാൻ ശ്രമിച്ച അയാൾ പുറത്താകുകയാണ്. ക്വാർട്ടർ ഫൈനൽ മാച്ചിലെ വിന്നിംഗ് 97 ശേഷം സെമിയിൽ 42 പന്തിൽ 89 റൺസ്. 2007 യുവരാജ് സിംഗ് ടീം ഇന്ത്യക്കായി എന്തായിരുന്നോ ചെയ്തത് അതയാൾ 2026 പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ലോകകപ്പ് തുടങ്ങുമ്പോൾ ചരിത്രത്തിലെ ഇല്ലാതിരുന്നൊരാൾ ഈ ലോകകപ്പിലെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ പ്ലെയറായി മാറുന്ന മാസ്മരിക കാഴ്ച. നിർണായക പോരാട്ടങ്ങളിൽ പലതവണ പതറുന്ന പ്രബലരായ മുൻമാതൃകകൾ നിറഞ്ഞ ചരിത്ര താളുകളെ തിരുത്തി കുറിച്ചുകൊണ്ട് ഇതാ ഇവിടെ ഒരാൾ പതറാത്ത നെഞ്ചുറപ്പോടെ തൻ്റെ സർവ്വകരുത്തും ബാറ്റിൻ്റെ വേഗതയാക്കി ടീമിനായി വിസ്മയങ്ങൾ തീർക്കുന്നു. അഭിഷേക് ശർമ്മയെ ഒഴിവാക്കി എങ്ങനെ സഞ്ജുവിനെ കളിപ്പിക്കുമെന്നായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആഴ്ചകൾക്ക് മുമ്പ് ചോദിച്ചത്. എന്നാൽ അതേ അഭിഷേകിൻ്റെയും അത് പറഞ്ഞ ക്യാപ്റ്റൻ്റെയും തുടർ പരാജയങ്ങൾ ടീമിന് ബാധിതയാവാത്ത വിധം അയാൾ ഒറ്റയ്ക്ക് ഈ ടീമിനെ ചുമലിൽ ഏൽക്കുകയാണിപ്പോൾ. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഉന്മാതിയായി മാറിക്കൊണ്ട് ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം സഞ്ജു അവരോടെല്ലാം പറയാതെ പറയുന്നുണ്ട്, എനിക്ക് ഈ ഭാരം നിനക്ക് പകരമായി ചുമക്കാൻ കഴിവില്ല എന്ന് നീ സംശയിച്ചിരുന്നു. പക്ഷേ ഇന്ന് നീ തിരിച്ചറിയുന്നുണ്ട് എനിക്ക് നിന്നെയും കൂടി ചുമക്കാൻ കഴിയുമെന്ന്.